പൊന്നര ചങ്കള് കുറഞ്ഞ വിലക്കൊക്കെ ഒരു ഫാമൊക്കെ തുടങ്ങാനുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കണം. നിങ്ങൾ ഉണ്ടെങ്കിൽ ഇതാക്കണം. ഈ കാണുന്ന 50 സെന്റ് സ്ഥലം അതിനകത്താക്കണം. ഈ കാണുന്ന ചെറിയൊരു വീടുണ്ട്, വെള്ളത്തിന്റെ സൗകര്യത്തിന് ഒരു കിണറുണ്ട്, പിന്നെ പറമ്പിലോട്ട് ഏത് വണ്ടി വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു പ്ലോട്ട് 50 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ട് അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന്റെ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീട് സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ താഴെ കാണാൻ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പളേ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഒക്കെ പറഞ്ഞു കേട്ടോ. അതിന് മുന്നേ ഇതാക്കണേ നമ്മളെ സ്ഥലത്തിന്റെ അതിൽ ഇവിടുന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ടാണ് നമ്മളെ സ്ഥലം കിടക്കുന്നത്. ഈ തെളിഞ്ഞ് കിടക്കുന്ന ഫുള്ള് നമ്മളെ സ്ഥലം തന്നെയാണ്. മൊത്തം 50 സെന്റ് സ്ഥലമാണ് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണൂർ ജില്ലയിലാണ് നമ്മളെ ഒരു പ്ലോട്ട് വരുന്നത്. കണ്ണൂർ ജില്ലയിൽ ചീമേനി ടൗണിൽ ഒരു 5 കിലോമീറ്റർ മാറിയിട്ട് ഏറ്റുകുടുക്ക ടൗണിലെത്തി. ഏറ്റുകുടുക്ക ഗാദീന്റെ അവിടുന്ന് ആ സൈഡിൽ കൂടെ ഉള്ള റോഡിൽ പോന്നു കഴിഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ ആണ് നമ്മളെ പ്ലോട്ടിക്കുള്ള ദൂരം എന്ന് പറയുന്നത് കേട്ടോ. ഇതാക്കണം വണ്ടിയൊക്കെ ഏത് വേണേലും വരും, കാറോ ജീപ്പൊക്കെ നമ്മളെ പറമ്പിലോട്ട് വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് അങ്ങോട്ടാണ് നമുക്ക് പോയി കാണാം. നമുക്ക് പറമ്പ് മൊത്തത്തിലാണ് കാണാൻ നമുക്ക് കേട്ടോ. നമ്മളെ സ്ഥലത്തിന്റെ പഞ്ചായത്തും അതുപോലെ വില്ലേജും നമുക്ക് കാങ്കോല ആലപ്പടമ്പ് പഞ്ചായത്താണ് വരുന്നത്. വില്ലേജും രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതാക്കണേ ഇതാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത്. ഇനി വരി നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മൊത്തത്തിലൊന്ന് കാണാം. അപ്പോഴേ നമ്മൾ പറമ്പയ്ക്ക് കൊണ്ട് വരുമ്പോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. നമുക്കൊരു ഫാമൊക്കെ തുടങ്ങണം നോക്കണമെങ്കിൽ അതിനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് കോഴി ഫാം തുടങ്ങാം, പന്നി ഫാം, പശു ഫാം, പോത്ത് ഫാം, ആട് ഫാം, ഇങ്ങനെയുള്ള ഈ ഫാമിന്റെ ഏത് ഫാം വേണമെങ്കിലും തുടങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്ലോട്ട് തന്നെ കേട്ടോ. കാരണം നമുക്കിവിടെ അടുത്ത് വീടുകൾ കുറവാണ്. ചുറ്റുഭാഗത്തും ഒക്കെ ഏക്കർ കണക്കിന് ഓരോരുത്തരുടെ സ്ഥലങ്ങളും ആണുള്ളത് കേട്ടോ. കവുങ്ങും തോട്ടമായിട്ടും റബ്ബർ തോട്ടമായിട്ടും ഒക്കെയാണ് നമുക്ക് ഈ ഒരു പറമ്പിന്റെ ചുറ്റിനുള്ളത്. പിന്നെ നിങ്ങൾ നോക്കിയാണെങ്കിൽ നമ്മളെ പറമ്പ് മൊത്തം പച്ചപ്പാണ്. കണ്ടില്ല നിങ്ങള്, ഫുള്ള് മരങ്ങളും ഓരോ സാധനങ്ങളും ആയിട്ട് നമ്മളെ പറമ്പിൽ ഇതാക്കണേ. ഇങ്ങോട്ട് നോക്കിയേ, മഹാഗണിയാണ് ഈ കാണുന്നത്. നിങ്ങള് വലിയ വലിയ മഹാഗണി കേട്ടോ. ഇതേ ഒന്നല്ല, ഇതേമാർക്ക് കുറെ എണ്ണം ഉണ്ട്. നമ്മള് തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഇതാക്കണേ ഈ കാണുന്ന കശുമാവാണ് കേട്ടോ. ഇതൊക്കെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. കശുമാവൊക്കെ ഇടയ്ക്കെല്ലാം കുറെ കശുമാവ് ഉണ്ട്. പിന്നെ ഇതാക്കണം അതേമാതിരിക്ക് ഇതാ ഈ കാണുന്ന മുള്ളാത്തേന്റെ മരമാണ് ഈ കാണുന്നത് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട് പറമ്പിൽ കേട്ടോ. പിന്നെ ഓണർ സ്ഥലത്തില്ല, അതുകൊണ്ട് എപ്പോഴും വരാനും നോക്കാനൊന്നും അവർക്ക് ടൈമും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതാക്കണേ മാവാണ് ഈ കാണുന്നത്, മാവും തൈ. ഇതൊക്കെ പെട്ടെന്ന് കായ്ക്കുന്ന മാവിന്റെ ഒക്കെ തൈ നട്ടിട്ടുള്ളതാണ്. അതുപോലെ ഇതാ കറുവപ്പട്ടേന്റെ മരമാണ് ഈ കാണുന്നത്. നമുക്ക് വലിയ മരം കേട്ടോ. കറുവപ്പട്ടയൊക്കെ സ്പൈസസ് ഒക്കെ എല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ള സാധനമാണ്. നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനവും നമ്മൾ ഇങ്ങോട്ട് ഇതാക്കണം. വീടിന്റെ മുറ്റത്തേക്ക് വരുമ്പോൾ ഇതാക്കണം. ഇവിടെ തന്നെ ഇതാ ചിക്കുവിന്റെ മരമാണ് ഈ കാണുന്നത്, സപ്പോട്ട. എല്ലാ സാധനവും ഉണ്ട്. വീട്ടിൽ താമസമില്ലാന്ന് മാത്രമേ ഒരു കുഴപ്പമുള്ളൂ കേട്ടോ. ഈ കാണുന്നത് ഇപ്പൊ നമ്മളെ പറമ്പിനകത്തുള്ള ഒരു വീടാണ്. ഇപ്പൊ നിലവിൽ താമസമോ കാര്യങ്ങളൊന്നുമില്ല, ഓണർ സ്ഥലത്തില്ല. അതുകൊണ്ട് കുറച്ച് പഴയ വീടാണ്. കുറച്ച് മെയിൻ്റെനൻസ് വർക്കും എല്ലാം ഉണ്ട്. ഒന്ന് ഇതൊക്കെ പട്ടികയും കഴുക്കോലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് മറ്റേ ചെയ്യാണ്ട് നമുക്ക് താമസയോഗ്യം അതല്ലെങ്കിൽ ഒരു പണിക്കാരൊക്കെ നിർത്താനുള്ള സൗകര്യത്തിലുള്ള അങ്ങനെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആകുകയും ചെയ്യും. ഇടയ്ക്ക് വേണേ നമുക്ക് നിൽക്കാനോ ഒക്കെ പണിക്കാർക്ക് നിൽക്കാനോ ഒക്കെ പറ്റുന്നതാണ്. നമ്മളെ ഈ ഒരു പറമ്പ് മൊത്തം ഇതേപോലെ കാടൊക്കെ അടിച്ച് വെട്ടി ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലം തന്നെയാണ്. ഫുള്ള് കാണാം നമുക്ക്, ചുറ്റുഭാഗം ഇങ്ങനെ കാണാം കേട്ടോ. ഈ ഭാഗത്തോട്ട് വീടിന്റെ ബാക്ക് സൈഡിലോട്ട് ഈ ഒരു ഭാഗത്തോട്ട് വരാന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് മൊത്തത്തിൽ കാണാം. ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെയൊക്കെ കവുങ്ങാണുള്ളത്. ഇതുണ്ടല്ലേ, കവുങ്ങൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് കവുങ്ങുണ്ട്, ഇങ്ങോട്ടൊക്കെ കവുങ്ങിന്റെ ഒന്നും കറക്റ്റ് എണ്ണം അവർക്ക് അറിയില്ല കേട്ടോ. കാരണം എപ്പോഴും വരാനോ നോക്കാനൊന്നും ഇപ്പൊ അവർക്ക് ടൈമും കാര്യങ്ങളൊന്നും ഇല്ല, അവര് പുറത്താണുള്ളത്. അപ്പൊ കായ്ക്കണ കവുങ്ങല്ലുണ്ട് കുറച്ച്. പിന്നെ നമുക്ക് കറണ്ടിന്റെ കണക്ഷനൊക്കെ നമുക്ക് നമ്മളെ പ്ലോട്ടിലുണ്ട് കേട്ടോ. അതാണ് വീടിന്റെ കറണ്ടിന്റെ കണക്ഷനൊക്കെ, അതിന്റെ മീറ്റർ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും വീടിനൊക്കെ. വീട് താമസം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോയതാണ് കേട്ടോ. കുറച്ചൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാനെല്ലാം പറ്റുന്നതാണ്. ചിലുമ്പ പുളീന്റെ മരമാണ് ഈ കാണുന്നത്. നോക്കിയേ, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. പിന്നെ അതിന് നമുക്ക് താഴെ ഭാഗത്തേക്ക് പോവാട്ടോ. ബാക്കി മൊത്തത്തിലൊരു കാണിച്ചു തരാം. നമുക്ക് പറമ്പിൽ വെള്ളത്തിന്റെ സൗകര്യത്തിന് കിണറാണുള്ളത്. കിണർ അവിടെ താഴെയാണുള്ളത്. അപ്പൊ ഇനി ആ കിണറൊക്കെ ഒന്ന് കാണിച്ചു തരാം. നോക്കിയേ, കുരുമുളക് ഉണ്ടോ, ഒരുവിധം എല്ലാ മരത്തുമ്മ കൂടി ഇതേമാതിരി കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, ഈ ഭാഗത്തേക്ക് വരുമ്പോ ഈ കവുങ്ങുമ്മ കൂടി ഒക്കെ അതേമാതിരി കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. കുരുമുളകൊക്കെ ആണെങ്കിൽ നമ്മള് വീട്ടിലെ ആവശ്യത്തിനൊക്കെ കുരുമുളകൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. അപ്പൊ നമ്മളെ പ്ലോട്ടിന്റെ അങ്ങോട്ടൊക്കെ കുറെ തെങ്ങുകളൊക്കെ ഉണ്ടല്ലോ. ആ ഒരു ഭാഗത്തോട്ടൊക്കെ അല്ലേ. പിന്നെ തെങ്ങെല്ലാം ഉണ്ട്. സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണല്ലേ. ഫാമൊക്കെ തുടങ്ങുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലം. അതെ, വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇങ്ങോട്ടൊന്ന് വന്നു നോക്കിയാണ് നിങ്ങൾ ആ കിണറൊന്ന് കാണണങ്ങള്. വെള്ളം എന്ന് പറഞ്ഞാൽ വറ്റാത്ത വെള്ളമാണ്. അത് നോക്കിയേ, ഇഷ്ടംപോലെയാണ് വെള്ളം കേട്ടോ. കണ്ടങ്ങള് അത് നോക്കിക്കോളി. വെള്ളത്തിനൊന്നും ഒരു ക്ഷാമോ കാര്യമില്ല. ഈ കിണറിന്റെ ചുറ്റുഭാഗം ഒന്ന് കെട്ടി റിങ്ങൊക്കെ ഇട്ട് ഒന്ന് സെറ്റായി, ഒന്ന് ആൾമാരൊക്കെ ഒന്ന് കെട്ടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാണ്ടല്ലോ നല്ല സൂപ്പർ കിണറാട്ടോ. വെള്ളം വറ്റന്നല്ല.
ഇനിയിപ്പോ നമുക്ക് ഇതിപ്പോ നമ്മളെ പറമ്പിന്റെ അതിരാണ് ഈ കാണുന്നത്. ഈ അതിര് ഇതാക്കുന്നത് ഇതേമാതിരിക്ക് ചാല് കീറിയിട്ടേക്കാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഫുള്ള് വേറെ ആൾക്കാരുടെ സ്ഥലമാണ്. റബ്ബറായിട്ടും കവുങ്ങായിട്ടൊക്കെ അപ്പുറത്തേക്ക് വേറെ സ്ഥലങ്ങളാണ് കേട്ടോ. ഒരൊച്ച അനക്കോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ ടൗണിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ? 1 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് ഏറ്റുകൊടുക്കാന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രം നമുക്ക്. ഏറ്റുകൊടുക്ക ഖാദീന്റെ അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ആണ് നമ്മളെ പ്ലോട്ടിക്കുള്ള ദൂരം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പയ്യന്നൂരിലോട്ട് പോകാൻ ഏകദേശം 16 കിലോമീറ്റർ ആണ് പയ്യന്നൂർക്ക് ഉള്ളത്. പിന്നെ നമുക്ക് കണ്ണൂർ പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 49 കിലോമീറ്റർ ആണ് നമുക്ക് ഈ ഒരു പ്ലോട്ട് എന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ അങ്ങോട്ടൊക്കെ കണ്ടില്ലെങ്കിൽ അങ്ങോട്ടൊക്കെ കാണിച്ചു കൊടുക്കാം. അത് മഹാഗണിയൊക്കെ കാണിച്ചു തരാം. അതിന് മുന്നേ കണ്ടില്ല പറമ്പ് ഫുള്ള് ബാക്കെന്നുള്ളൊരു ഏകദേശം ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മൊത്തം 1/2 ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത്. ഫുള്ള് ഇതേമാർക്ക് കാടെല്ലാം കൊത്തി നല്ല നീറ്റാക്കി ഇട്ടേക്കാണ് കേട്ടോ. കണ്ടില്ലേ? ഈ ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടെ ഉണ്ട്. അതിമ്മ കൂടെ ഒക്കെ കുരുമുളകെല്ലാം കുറെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ മരത്തമ്മ കൂടെ എല്ലാം കവുങ്ങുമ്മ കൂടെ ഒക്കെ മാവ്, പ്ലാവ്, പിന്നെ കുറച്ച് തേക്ക് ഉണ്ട്. അതൊക്കെ തേക്കല്ല അവിടെയൊക്കെ ഉള്ള. അതെ. ഇവിടെ തെങ്ങുണ്ട്, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. തെങ്ങ്, കവുങ്ങ്, കുരുമുളക്. പിന്നെ നമ്മളെ പറമ്പിന്റെ ഈ ഒരു സൈഡിൽ നമുക്ക് അതിര് ഇവിടെയാണ് വരുന്നത്. തേക്കാണ്. പിന്നെ ഇതാക്കണേ ഇത് ഈ ഒരു സൈഡിലുള്ള അതിരാണ് കേട്ടോ. നമ്മളിപ്പോ വീടിന്റെ ഫ്രണ്ടിലാണ് ഇപ്പോ നിക്കുന്നത്. അപ്പൊ ഈ ഭാഗത്ത് അതിരിതാണ്. ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് ഫുള്ള് റബ്ബർ തോട്ടം, പിന്നെ ആ ഒരു ഭാഗത്തേക്ക് കവുങ്ങും തോട്ടമാണ് ഉള്ളത്. ഇവിടുന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. റോഡൊക്കെ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മുക്കിലും മൂലയിലൊക്കെ ഇങ്ങോട്ടൊക്കെ റോഡ് വെട്ടും ചെയ്യാം അല്ലേ? അങ്ങോട്ടൊക്കെ അതൊക്കെ തേക്കുണ്ട്. ഇതൊക്കെ മഹാഗണി കേട്ടോ. ഇതാ ഈ കാണുന്നതും എന്നിട്ട് ഇതൊക്കെ മഹാഗണിയാണ്. ഈ അതിരുവഴിയൊക്കെ കുറെ മഹാഗണി എല്ലാം നട്ടിട്ടുണ്ട്. പിന്നെ ഇത് തേക്കാണ്. ഇങ്ങനത്തെ തേക്കുകളെല്ലാം കുറെ ഉണ്ട് കേട്ടോ. വലിയ വലിയ തേക്കുകള്. പിന്നെ ഇത് കൊടംപുളിന്റെ മരമാണ്. കണ്ടില്ലേ? വലിയൊരു മരം. ഇവിടെ ഉണ്ട് തേക്ക് കേട്ടോ. തേക്കെല്ലാം കുറെ ഉണ്ട്. പിന്നെ അതിരുമതാക്കണ ഇവിടെ തന്നെ അതിരിന്റെ സൈഡിൽ തന്നെ ഇവിടെ വലിയൊരു മഹാഗണിയാണ് കേട്ടോ. എത്രങ്ങാനും നീളം വലിയൊരു മരം. നല്ല വണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ മഹാഗണികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നമ്മള് വീടിന്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ? ഫ്രണ്ടിലാണ് ഇപ്പൊ നിക്കുന്നത്. ഇങ്ങനെ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പാർട്ടി ചെറിയ റേറ്റ് ആണ് ചോദിക്കുന്നത്. മൊത്തം ഇനിയിപ്പോ ഫാമിന് മാത്രല്ല കേട്ടോ, നമുക്ക് മറ്റേ പച്ചക്കറി സംഭവങ്ങളൊക്കെ കൃഷി ചെയ്യാനും പറ്റും. ഫ്രൂട്ട്സ് ഐറ്റംസ് തൈകളെല്ലാം നടാൻ പറ്റും. അതിനൊക്കെ പറ്റുന്ന സ്ഥലം കൂടെ കേട്ടോ. പാർട്ടിന് ചെറിയ പൈസ ചോദിക്കണുള്ളൂ. സൗകര്യമുള്ള സ്ഥലം. ഫാം തുടങ്ങാനൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളോട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ്. ഒച്ചനക്കോ അങ്ങനത്തെ എന്താ പറയാ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു വീടൊക്കെ വെച്ച് താമസിക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചീമേനിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ സെക്കൻഡറി സ്കൂളെല്ലാം ഉണ്ട്. അത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു പ്ലോട്ടിന്റെ ഏകദേശം ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. കറണ്ടിന്റെ കണക്ഷനും സംഭവങ്ങളും എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? പിന്നെ നമുക്ക് ഇടയ്ക്ക് ആരാധനാലയങ്ങളിലൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റുകൂടൊക്കെ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ അമ്പലങ്ങളെല്ലാം ഉണ്ട്. നടക്കാനുള്ള ദൂരത്തിൽ നമുക്ക് അമ്പലമുണ്ട്. അപ്പൊ അത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു പ്ലോട്ടിന്റെ ഒരു ഏകദേശം ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. ഈ ഒരു സ്ഥലത്തിന് ഇതിന്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 20 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആർക്കെങ്കിലും എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഡയറക്റ്റ് ഓണറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഇത് മൊത്തം 1/2 ഏക്കർ പ്ലോട്ടാണ്. അത് 10 സെന്റ് വേണമെങ്കിൽ 10 സെന്റ്, 20 സെന്റ് വേണമെങ്കിൽ 20 സെന്റ്, എങ്ങനെ വേണമെങ്കിലും പ്ലോട്ടായിട്ട് കൊടുക്കാൻ ഇതിന്റെ ഓണർ റെഡിയാണ് കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. പിന്നെ നിങ്ങളുടെ അറിവിൽ ഇതേപോലെ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, ഫാമിനൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ അതേപോലെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം അല്ലേ? ഞങ്ങളുടെ നമ്പർ എന്ന് പറഞ്ഞു കൊടുത്താൽ 98 അപ്പൊ അതിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിന്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.